നമസ്കാരം. ലോകത്തിലെ എല്ലാ ഭക്തജനങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഭക്തജനങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടിയും ആഗ്രഹത്തോടും കൂടി പ്രാർത്ഥിക്കുന്നൊരു ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. അവിടുത്തെ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ, സത്യസന്ധമായി അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത കൂടി എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ നിദാനമായിട്ടാണ് ആറ്റുകാൽ നമ്മുടെ പൊങ്കാല നടത്തുന്നത്. പൊങ്കാല ഒരു വലിയ ആഘോഷമായിട്ടാണ് ചെയ്യുന്നത്. പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേവീപ്രസാദം നേരിട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് വിശ്വാസത്തോടു കൂടിയാണ് ആ പൊങ്കാല നടത്തുന്നത്. ഇത്രയും ഭക്തിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ആ ആറ്റുകാൽ പൊങ്കാല എന്നും ആർക്കും മറക്കാൻ പറ്റതാണ്. ആ പൊങ്കാല നടത്തുവാൻ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അവിടെ പോകാൻ സാധിക്കാത്തൊരു അവസ്ഥയിൽ അത് സാധിക്കാൻ വേണ്ടി നമ്മുടെ ഭക്തജനങ്ങളായ ചെന്നൈയിലെ സംസ്കൃതി ചെന്നൈ എന്ന ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയിൽ കൂടി ഏറ്റവും നല്ല സ്ഥലത്ത്, അതായത് ബിന്നി മിൽസ് ക്യാമ്പസിൽ മീനമ്പാക്കം എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ വളരെ വിസ്തൃതമായ രീതിയിൽ നല്ല രീതിയിൽ ആ പൊങ്കാലയിടാനുള്ള സന്ദർഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊങ്കാലയിൽ പങ്കെടുത്ത് നമ്മളെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. മീനമ്പാക്കം അടുത്ത് ബിന്നി മിൽസ് കോമ്പൗണ്ടിൽ പൊങ്കാല നടത്തുന്ന ഈ സംസ്കൃതി ചെന്നൈക്ക് വേണ്ടി എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. തീർച്ചയായും ഭക്തജനങ്ങളുടെ ആവശ്യമാണിത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ, അവിടെ ചെയ്യാൻ പറ്റാത്തവർക്കും ഇവിടെ വന്ന് ചെയ്യുന്നതിൽ അതേ ഫീലിങ്ങോടുകൂടി അതേ തൃപ്തിയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അതിനെല്ലാം പ്രോത്സാഹനം ചെയ്യാൻ വേണ്ടി ഞാൻ അമ്മയുടെ അനുഗ്രഹത്താൽ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.